കുരിശിനെ ധ്യാനിക്കണം. എന്താ പ്രത്യേകത? ഈ ഭൂമിയിൽ നീ എത്ര പുസ്തകം വായിച്ചാലും കിട്ടാത്ത അത്രമേലുള്ള അറിവ്, ഈ ഭൂമിയിൽ എത്ര മനുഷ്യരുടെ പുറകെ നടന്നും കിട്ടാത്ത നിനക്കുള്ള അറിവ് ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ കുരിശ് നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി നൽകും. വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പൗലോസ്ലീഹായെ കണ്ടുപഠിക്കണം. ഞാൻ ഈ പൗലോസ്ലീഹായെ കണ്ടുപഠിക്കണം. വേറെ ഒന്നിന്റെ പുറകെ പോയില്ല. ഒറ്റ കാര്യം, കുരിശിലെ ഈശോ, കുരിശിലെ ഈശോ. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, സ്വന്തം ഭാര്യ അപകടത്തിൽപ്പെട്ട് രോഗിയായ കിടപ്പിലായി, താളം തെറ്റിയ ജീവിതം, പക്ഷേ കയ്യെ പിടിച്ചുകൊണ്ട് ഈ ഭാര്യയും കൊണ്ട് നടക്കാനൊക്കെ പോകുന്നതിൻ്റെ രഹസ്യം എന്താണ്? നാട്ടുകാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നു, വീട്ടുകാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നു, പലരും പലതും പറയുന്നു. എടാ, ഇങ്ങനെ നടന്ന നിന്റെ ജീവിതം എന്താകൂടാ, ഇത് വേസ്റ്റ് ആവത്തില്ലേ, നിന്റെ കാര്യം നീ ശ്രദ്ധിക്കണം എന്നിങ്ങനെയൊക്കെ പറയുമ്പോഴും ഇയാൾ എല്ലാ ദിവസവും എഴുന്നേൽക്ക് മേശപ്പുറത്തുള്ള ആ കുരിശുരൂപത്തെ നോക്കുമ്പോൾ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ കുരിശ് പല കാര്യങ്ങളും പഠിപ്പിക്കും, പല പല മേഖലകളും പഠിപ്പിക്കും. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കൂ, നിന്റെ കുടുംബത്തിൽ നീ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തിരുവചനം പറയുന്നത്. പൗലോസ്ലീഹ വീണ്ടും ഒരു വചനം കൂടെ പഠിപ്പിക്കും. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. 1 കൊരിന്തോസ് 15-ാം അധ്യായം അതിൻ്റെ 3-4 തിരുവചനം. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായിട്ട് കരുതി. നിസ്സാരപ്പെട്ട കാര്യമല്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാന, ഇത്രമേൽ പ്രധാനപ്പെട്ട മൂല്യമുള്ള ഒന്നായിട്ട് ഞാൻ കരുതി. എന്നിട്ട് എന്താണ്? ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, എന്താണ് ഈ സർവപ്രധാനം എന്ന് പൗലോസ്ലീഹ പറയാണ്. 4-ാം വചനം വായിച്ചേ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയാ. പൗലോസ്ലീഹ പറയാണ്, എനിക്ക് ലഭിച്ച സർവപ്രധാനം, ഇത്രയും അറിവുള്ള ഞാനാണ്, ഇത്രയും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഞാനാണ്, ഇത്രയും ഗുരുക്കന്മാരുടെ കീഴിൽ നിന്ന് പഠിച്ച ഞാനാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിച്ചു. അതെന്താണ്? കുരിശിനെ കുറിച്ചുള്ള അറിവാണ്. ഈ കുരിശിനെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ കുരിശ് എനിക്ക് പല കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. ഈ കുരിശിനെ കുറിച്ച് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുരിശ്